ആരോ ഒരാൾ ഭാഗം 37. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലെ കസേരയിൽ മെർലിനുണ്ട്. ഹരിയുടെ തോളിൽ ചാരി അവൾ പ്രതിമ പോലെ അങ്ങനെ ഇരിക്കുന്നു. അവർക്കരികിലായി അവളുടെ ഡാഡി ഫെർണാണ്ടസും. അവളുടെ പ്രസരിപ്പും സന്തോഷവുമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാം താൻ കാരണം, റോഷൻ മനസ്സിലോർത്തു. ഋഷി തന്നെയൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരുന്ന അവളെ വേദനയോടെ നോക്കിക്കൊണ്ട് റോഷൻ ചോദിച്ചു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സർജറി കഴിഞ്ഞു. ഇതുവരെ ആരെയും കാണാൻ അനുവദിച്ചിട്ടില്ല. പക്ഷേ ജാസ്മിനെ കാണണമെന്ന് പറഞ്ഞ് അവൻ വല്ലാതെ വാശി പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാ നിങ്ങളോട് വരാൻ പറഞ്ഞത്. എവിടെ അവൾ? ഫെർണാണ്ടസ് ആണ് ചോദിച്ചത്. ഞാൻ ഒത്തിരി നിർബന്ധിച്ചതാ അവളോട് എനിക്കൊപ്പം വരാൻ. പക്ഷേ അവൾക്ക് ഋഷിയെ കാണണ്ട എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്നും പറഞ്ഞു. അവളുടെ സംസാരവും പ്രവൃത്തിയുമെല്ലാം ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെയാ. അസുഖമെല്ലാം മാറിയെന്ന് ഡോക്ടർ പറഞ്ഞാലും എനിക്കെന്തോ അത് വിശ്വസിക്കാനാകുന്നില്ല. വല്ലാത്ത ഹൃദയവേദനയോടെയാണ് റോഷൻ അത് പറഞ്ഞത്. വാ, അവിടെയാണ്. പറഞ്ഞുകൊണ്ട് മെർലിൻ അവന് വഴികാട്ടിയായി മുന്നേ നടന്നു. ഋഷി. കണ്ണടച്ചു കിടന്ന ഋഷിയെ മെർലിൻ പതുക്കെ വിളിച്ചു. അവൻ ആയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. ജാസ്മിൻ, അവൾ എവിടെ? അവൻ പ്രതീക്ഷയോടെ റോഷന് പുറകിലേക്ക് നോക്കി. ഇല്ല, അവൾക്ക് നിന്നെ ഈ അവസ്ഥയിൽ കാണാനാവില്ല ഋഷി. പിന്നെ അവളുടെ മാനസിക നിലയും നിനക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് നമുക്ക് നിർബന്ധിക്കാനുമാകില്ല. മനഃപൂർവ്വം റോഷനൊരു നുണ പറഞ്ഞു. ഋഷി ജാസ്മിനെ ഒരുപാട് സ്നേഹിക്കുന്നു. സഹോദരിയെ ഏറെ സ്നേഹിക്കുന്ന ഈ മനുഷ്യന് മുൻപിൽ ഹൃദയമില്ലാത്ത ജാസ്മിൻ്റെ വാക്കുകളെ അവതരിപ്പിക്കുന്നത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് നല്ലത്. അതായിരുന്നു അപ്പോൾ റോഷന്റെ ചിന്ത. ഇല്ല, അവൾ വരില്ല. എന്തിന്? എൻ്റെ കുഞ്ഞു മരിച്ചപ്പോൾ പോലും അവൾ വന്നില്ല. പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ വിചാരിക്കുന്ന ചിലരൊക്കെ ഇങ്ങനെയൊക്കെയാണ്. റോഷൻ, നാളെ നീയും ഇതേ സ്ഥാനത്ത് നിൽക്കേണ്ടി വരും. നീ പൊയ്ക്കോളൂ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മെർലിനോട് മാത്രമായി പറയാനുണ്ട്. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാതെ തനിക്ക് മുന്നിൽ കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് വല്ലാത്ത സങ്കടത്തോടെ റോഷൻ പുറത്തേക്ക് നടന്നു. ഋഷി, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? എന്താണെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം നീയൊന്ന് ബെറ്റർ ആവട്ടെ. കണ്ണടച്ചു കിടന്ന അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് മെർലിൻ സാവധാനം പറഞ്ഞു. ഋഷി വളരെ പ്രയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. അവൻ്റെ മുഖത്തപ്പോൾ തളർന്ന ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. അവൻ ആയാസപ്പെട്ട് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ഓരോ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോഴും അവൻ്റെ ശ്വാസം വിലങ്ങുന്നുണ്ടായിരുന്നു. ഋഷി, നീ ഇപ്പോൾ ഒന്നും പറയണ്ട. നമുക്ക് മുൻപിൽ ഇനിയും ധാരാളം സമയമുണ്ടല്ലോ. അവൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ല മെർലിൻ, എനിക്ക് സംസാരിക്കണം. ഇനിയൊരിക്കലും ഇതൊന്നും പറയാൻ എനിക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. എല്ലാം നീ അറിയണം, നീ മാത്രം. ഋഷി മെല്ലെ പറയാൻ തുടങ്ങി. പിന്നീട് അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വല്ലാത്ത ഞെട്ടലോടെയാണ് മെർലിൻ കേട്ടിരുന്നത്. അവൾക്ക് അവളുടെ കാതുകളെ പോലും വിശ്വസിക്കാനായില്ല. തനിക്ക് ചുറ്റും സംഭവിച്ച കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അവൾക്ക് തല കറങ്ങും പോലെ തോന്നി. സോറി മോളെ, നിന്നോട് ചെയ്ത തെറ്റിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ് ഇതെല്ലാം. എന്നോട് ക്ഷമിക്കണം. ഒന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല. എല്ലാം എൻ്റെ കുഞ്ഞിനു വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഋഷി തേങ്ങിക്കരഞ്ഞു. അവൻ്റെ കൈകൾ മെർലിൻ്റെ കൈകളിൽ മുറുകി. ഒരക്ഷരം പോലും മറുപടി പറയാനാകാതെ മെർലിൻ പകച്ചിരുന്നു. പതുക്കെ പതുക്കെ അവൻ്റെ തേങ്ങലുകൾ ഇല്ലാതാകുന്നതും തൻ്റെ കയ്യിലെ പിടിയയഞ്ഞ് അവൻ്റെ കൈ തന്നിൽ നിന്നും താഴേക്ക് പതിക്കുന്നതും മെർലിൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ECG മോണിറ്ററിൽ ഒരു വര മാത്രമായി അവശേഷിച്ചിരിക്കുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് ഒരു പ്രതിമ പോലെ മുന്നോട്ട് നടന്നു. എന്തുപറ്റി? ഒരു പ്രേതത്തെ കണ്ട മുഖഭാവത്തോടെ പുറത്തേക്ക് വരുന്നവളെ നോക്കി റോഷൻ ചോദിച്ചു. റോഷൻ, അവൻ ഋഷി. വാക്കുകൾ മുഴുവനാക്കും മുൻപ് അവൾ റോഷനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ തൻ്റെ പ്രാണനായവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹരിയും ഫെർണാണ്ടസും വല്ലാത്ത ഞെട്ടലോടെ അകത്തേക്കോടി. അവർ പെട്ടെന്ന് തന്നെ ഉണർന്നു പ്രവർത്തിച്ചു. ഡിഫൈബ്രിലേറ്റർ കൊണ്ട് ഒരു ശ്രമം കൂടി അവർ നടത്തി നോക്കി. ഏതെങ്കിലും തരത്തിൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള അവസാന ശ്രമം. ഇലക്ട്രിക് ഷോക്കിനൊപ്പം ഉയർന്നു താഴുന്ന അവനിൽ ജീവൻ ബാക്കിയൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവർ നിരാശയോടെ പിൻവാങ്ങി. പാവം ഋഷി. അവൻ അവൻ്റെ മകളെ ഒരുപാട് സ്നേഹിച്ചു. ജീവനായിരുന്നു അവൻ അവളെ. അവളുടെ വേർപാട് ഇനി ഒരിക്കലും അവന് വേദനിപ്പിക്കില്ല. എന്നേക്കുമായി അവൻ തൻ്റെ മാലാഹയുടെ അടുത്തേക്ക് പറന്നുയർന്നിരിക്കുന്നു. ഒരു കണക്കിന് അത് നന്നായി. ആരുമില്ലാത്തവനായി പോയില്ലല്ലോ അവൻ.
ഹരി ദീർഘമായി നിശ്വസിച്ചു. എന്നാലും ഇനിയും ചോദ്യങ്ങൾ തന്നിൽ അവശേഷിക്കുന്നു. ആരായിരിക്കും ഋഷിയുടെ ഭാര്യ? ആരായിരിക്കും ആ കുഞ്ഞിൻ്റെ അമ്മ? ഒരുപക്ഷെ ജാസ്മിൻ ആയിരിക്കുമോ? ഒക്കെയും സംശയങ്ങൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ സച്ചിനുമായി അവളുടെ വിവാഹം? ഒന്നും മനസ്സിലാകുന്നില്ല. ഋഷിയുടെ മുഖം മൂടുമ്പോൾ ഹരി തന്നോട് തന്നെ ചോദിച്ചു, റോഷൻ, എന്താ ഇത്? എന്താ ഈ കാണിക്കുന്നത്? ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. വർഗീസിന്റെ മൂർച്ചയേറിയ സ്വരം കാതിൽ പതിച്ചതും സ്വയം മറന്ന് റോഷനോട് ചേർന്ന് നിന്ന മെർലിൻ അവളൊരു ഞെട്ടലോടെ അകന്നുമാറി. അവൾ വല്ലാത്ത ഒരു ഭയത്തോടെ വർഗീസിനെ നോക്കി. ഡാഡി, ഋഷി മരിച്ചു. പെട്ടെന്ന് ആ സാഹചര്യം എനിക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് ഞാൻ അറിയാതെ. അവൾ പിറുപിറുത്തു. മെർലിൻ, പഴയതുപോലെ അല്ല കാര്യങ്ങൾ. റോഷൻ, അവൻ ജാസ്മിനുള്ളതാ. ആരെങ്കിലും പറഞ്ഞ് ആ കുട്ടി അത് അറിയാനിടയായാൽ അതിന് സഹിക്കില്ല. തന്നെയുമല്ല, ഋഷിയുമായി നമുക്കെന്താ ബന്ധമുള്ളത്? ഒരു സ്റ്റാഫ് എന്നതിലുപരി. വർഗീസിന്റെ ശബ്ദത്തിൽ മൂർച്ച കൂടി. പിന്നെ ഋഷിയുടെ മരണം ആ നേഴ്സ് എന്നോട് പറഞ്ഞു എന്താ ഉണ്ടായതെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നതാ ആ പയ്യനെ സംസാരിക്കാൻ അനുവദിക്കരുതെന്ന്. അത് കേൾക്കാതെ ഓരോന്നും വലിച്ചു വെച്ചിട്ട് ഇനിയും കരഞ്ഞിട്ടെന്താ കാര്യം? നിനക്ക് എന്തായിരുന്നു ഇത്ര നേരം അയാളോട് പറയാനുണ്ടായിരുന്നത്? വർഗീസിന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ കീറി മുറിച്ചു. ഡാഡി, ഞാൻ... മെർലിൻ വല്ലാത്ത സങ്കടത്തോടെ അയാൾക്ക് നേരെ നോക്കി. ഒന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകാൻ നോക്ക്. ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാനിവിടെയുണ്ട്. മെർലിനെ പറയാൻ അനുവദിക്കാതെ വർഗീസിന്റെ ശബ്ദമുയർന്നു. ആ ഒരവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ മെർലിൻ പകച്ചു നിന്നു. പെട്ടെന്ന് ഈ ഭൂമിയിൽ താൻ ഒറ്റയ്ക്കായി പോയതുപോലെ അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തു. ആ കണ്ണുനീർത്തുള്ളികൾ തൻ്റെ ഹൃദയത്തിലേക്കാണ് പതിക്കുന്നതെന്ന് റോഷന് തോന്നി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് നിന്റെ കണ്ണീരായി പുനർജനിക്കണം. നിന്റെ കണ്ണുകളിൽ ജന്മം കൊണ്ട് നിന്റെ കവിളുകളെ മതി വരുവോളം വാരിപ്പുണർന്ന് നിന്റെ ചുണ്ടുകളെ തഴുകി തലോടി ആ ചുണ്ടുകളിൽ എന്നേക്കുമായി മറഞ്ഞില്ലാതാകണം. തനിക്ക് നേരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തകർന്നിരിക്കുന്നവളെ നോക്കി നിൽക്കുമ്പോൾ പണ്ടെങ്ങോ കേട്ടുമറന്ന ആ വാക്കുകൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു. ഈ ജന്മമൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ? റോഷൻ ഹൃദയം തകർന്നു ചോദിച്ചു. എല്ലാം ശരിയാകും. തൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറയുന്നവനെ റോഷൻ അത്ഭുതത്തോടെ നോക്കി. ഹരി. ഒരു നിമിഷം നേരത്തെ നിശബ്ദതയിൽ റോഷൻ അവൻ്റെ തോളിലേക്ക് ചാരി പൊട്ടിക്കരഞ്ഞു. ഡാ, വാ, നമുക്ക് പോകാം. ഹരി മെർലിനെ എഴുന്നേൽപ്പിച്ച് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു നിന്നു. വിറയ്ക്കുന്ന കാലടികളോടെ അവൾ അവനൊപ്പം നടന്നു. അപ്പോഴൊക്കെ ഋഷിയുടെ വാക്കുകളുടെ ഞെട്ടലും വർഗീസിന്റെ വാക്കുകളുടെ വേദനയുമായിരുന്നു അവളിൽ നിറഞ്ഞു നിന്നത്. മെർലിൻ, നീ എന്തായാലും തറവാട്ടിലേക്ക് പോകണ്ട. തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് പോകാം. നിന്നെ വീട്ടിലാക്കി വന്നിട്ട് വേണം എനിക്ക് ഋഷിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. കാറിലേക്ക് കയറുമ്പോൾ ഹരി പെട്ടെന്ന് പറഞ്ഞു. ഹരി, എനിക്ക് വീട്ടിലേക്കല്ല പോകേണ്ടത്. എനിക്ക് സായിയെ കാണണം. എന്നെ ആ കോളനിയുടെ വാതിൽക്കൽ വരെ ഒന്നാക്കിയാൽ മതി. അവൾ പെട്ടെന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമാ. അവിടെയാകുമ്പോൾ നിനക്ക് കൂട്ടുണ്ടാകുമല്ലോ. ഋഷിയുടെ ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തു കഴിയുമ്പോൾ ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഋഷി നിന്നോട് എന്താ പറഞ്ഞത്? ഒന്ന് നിർത്തിയിട്ട് ഹരി ചോദിച്ചു. ഹരി, എനിക്ക് വല്ലാത്ത ക്ഷീണം പോലെ. മറുപടി പറയാതെ അവൾ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി. താൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ പെരുമാറുന്നതെന്ന് ഹരിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. സമയമാകുമ്പോൾ പറയുമായിരിക്കും. അങ്ങനെ കരുതിക്കൊണ്ട് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഹരി കോളനി ലക്ഷ്യമാക്കി വണ്ടി വിട്ടു. ഇവിടെ നിർത്തിയാൽ മതി. സായയുടെ വീടിനോടടുത്തെത്തിയപ്പോൾ മെർലിൻ പറഞ്ഞു. സാവധാനം വണ്ടിയിൽ നിന്നിറങ്ങി വേച്ചു പോകുന്നത് പോലെ മുന്നോട്ട് നടക്കുന്ന മെർലിനെ കണ്ടപ്പോൾ ഹരിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത വേദന നിറഞ്ഞു. എൻ്റെ ദൈവമേ, ഈ കുട്ടിക്ക് ഒരിക്കലും മനസ്സമാധാനം കൊടുക്കില്ല എന്നാണോ? ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നം. പാവം, ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു ആവോ? ഒരു നെടുവീർപ്പോടെ ദൈവത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഹരി വണ്ടി മുന്നോട്ടെടുത്തു. എന്നാലും എന്തായിരിക്കും അവർ തമ്മിൽ നടന്ന സംഭാഷണം? ഋഷിയുടെ ഭാര്യ എവിടെ? ആരെയാണ് അവൻ്റെ മരണമൊന്ന് അറിയിക്കാനുള്ളത്? തിരിച്ചു പോകുമ്പോൾ ഉത്തരവില്ലാത്ത കുറേയേറെ ചോദ്യങ്ങളായിരുന്നു ഹരിയുടെ മനസ്സിൽ. സർ, ഋഷിയുടെ കാര്യം എങ്ങനെയാ? പോലീസിൽ അറിയിക്കണ്ടേ? വർഗീസിന്റെ ക്യാബിനിലേക്ക് ചെന്നുകൊണ്ട് ഹരി ചോദിച്ചു. ഓ ഹരി, താൻ എത്തിയോ? ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇന്നലെ രാത്രി തന്നെ നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്തിരുന്നു. അവരെത്തുമ്പോൾ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ രണ്ടുപേരെ കാവൽ നിർത്തിയിട്ട് അവർ പോകുകയാണ് ചെയ്തത്. രാവിലെ അവൻ മരിച്ച വിവരം അറിയിച്ചപ്പോൾ പോലീസ് ഋഷിയുടെ പിതാവിനെയും കൂട്ടിയെത്തി.
ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുകയും ചെയ്തു. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പുഞ്ചിരിയോടെ വർഗീസ് അത് പറയുമ്പോൾ ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. അങ്കിൾ, ഞാനൊന്ന് അവിടം വരെ പോയിട്ട് വരാം. നമ്മുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഉണ്ടെന്ന് പറയുന്നത് നല്ലതല്ലേ? ഹരി പോകാനായി തിരിഞ്ഞു. ഹരി, ഒരു കാര്യം പറയട്ടെ. മെർലിനോ റോഷനോ ഋഷിയെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ആരോടും അങ്ങനെ ഒരു കാര്യം നടന്നതായി പറയരുത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് പിഴവുണ്ടാകുകയില്ല. ഇനിയും ആ കുട്ടികളെ പ്രശ്നത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ലടോ, ഹരിയെ പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഡോക്ടർ വർഗീസ് ഓർമ്മിപ്പിച്ചു. ഓക്കെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ പോയിട്ട് വരാം, പറഞ്ഞുകൊണ്ട് ഹരി പുറത്തേക്ക് നടന്നു. ഋഷിയുടെ കുഞ്ഞിന്റെ ശവസംസ്കാരത്തിന് പോയപ്പോൾ അവന് സ്വന്തമായി ഒരാളെ പോലും അവിടെ കണ്ടിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവന്റെ സ്വന്തം പിതാവ് തന്നെ ആയിരിക്കുമോ? കാർ ഓടിക്കുമ്പോൾ അതായിരുന്നു ഹരിയുടെ ചിന്ത. ഗവൺമെന്റ് ആശുപത്രിയുടെ മോർച്ചയുടെ വാതിൽക്കൽ എല്ലാം തകർന്നവനെ പോലെ നിൽക്കുന്ന ആ മനുഷ്യനെ ഹരി സൂക്ഷിച്ചു നോക്കി. മകൻ മരിച്ച ഒരു പിതാവിന്റെ ദുഃഖം അയാളിൽ കണ്ടെത്താൻ ഹരിക്ക് കഴിഞ്ഞു. അങ്കിൾ, ഞാൻ ഋഷിയുടെ സുഹൃത്താണ്. ഞങ്ങൾ ഒരാശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത്. ആ മനുഷ്യന്റെ തോളത്ത് പതുക്കെ പിടിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. അയാൾ വല്ലാത്ത ഹൃദയവേദനയോടെ ഹരിയെ നോക്കി. എല്ലാം എൻ്റെ വിധിയാ. മകനെ നേരെ ചൊവ്വെ വളർത്താനറിയാത്ത എല്ലാ മാതാപിതാക്കളും അനുഭവിക്കേണ്ട അതേ വിധി. ഇവിടെ വേറെ ആരെയും കുറ്റപ്പെടുത്താനാവില്ല. ഇതൊന്നും കാണാൻ നിൽക്കാതെ അവൻ്റെ അമ്മ അവളങ്ങ് പോയല്ലോ. അത്രയും സമാധാനം. ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ലെങ്കിൽ ഋഷി വളരെ നല്ല മനുഷ്യനാ, ഒത്തിരി നന്മയുള്ളവൻ. രോഗികളോടും ജോലിക്കാരോടുമൊക്കെ എത്ര സ്നേഹത്തോടെയാണ് അവൻ ഇടപെട്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു മകന് ജന്മം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് പുണ്യം തന്നെയാണ്. ആ പിതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. എന്തൊക്കെയാ മോനെ നീ ഈ പറയുന്നത്? എനിക്ക് തോന്നുന്നു മോന് ആള് മാറിപ്പോയിട്ടുണ്ടെന്ന്. ഋഷി അവൻ എവിടെ ജോലി ചെയ്ത കാര്യമാ പറയുന്നത്? അയാൾ പെട്ടെന്ന് അത്ഭുതത്തോടെ ചോദിച്ചു. അങ്കിൾ, ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്ക് ആള് മാറിപ്പോയിട്ടുമില്ല. അവൻ ഇത്ര കാലം ജോലി ചെയ്തിരുന്നത് മാളേക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ്. ഹരി അത്ഭുതത്തോടെയാണ് ആ മറുപടി പറഞ്ഞത്. സ്വന്തം മകനെ പറ്റി ഒന്നും അറിയാത്ത പിതാവ്. സെക്യൂരിറ്റിയോ മറ്റോ ആയിരുന്നിരിക്കുമല്ലേ? അല്ലാതെ മര്യാദയ്ക്ക് +2 പോലും പാസ്സാകാൻ കഴിയാത്ത അവന് അത്രയും വലിയ ആശുപത്രിയിൽ എന്ത് ജോലി കിട്ടാനാ? ആ പിതാവ് ആത്മനിന്ദയോടെ അത് പറയുമ്പോൾ ഞെട്ടിയത് ഹരിയായിരുന്നു. അങ്കിൾ, ഇത് തന്നെയല്ലേ അങ്കിളിൻ്റെ മകൻ? മുൻപൊരിക്കൽ ഋഷിയോടൊപ്പം എടുത്ത ഫോട്ടോ കാണിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. അതെ മോനെ, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ലാളനകൾ കുറച്ച് കൂടുതൽ കൊടുത്തുപോയി. അതിൻ്റെ ആയിരിക്കാം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ വേദന. മകൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ആ പിതാവ് കണ്ണീരോടെ പറഞ്ഞു. ചുറ്റും എന്തൊക്കെയോ നടക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. പല കഥാപാത്രങ്ങളും ദുരൂഹതകൾ നിറഞ്ഞതാണ്. ഇയാളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നറിയാൻ ശ്രമിക്കണം. ദൃഢനിശ്ചയത്തോടെ ഹരി അയാളിലേക്ക് കൂടുതലെടുത്തു. അങ്കിൾ, ഋഷിയുടെ ഭാര്യ. കുറച്ചു നേരം മൗനമായി ഇരുന്നതിന് ശേഷം ഹരി ചോദിച്ചു. എന്തു പറയാനാ മോനെ? അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടാതെ ഒരു കുഞ്ഞും. നിർഭാഗ്യവാനായ ഒരപ്പനാ മോനെ ഞാൻ. ഒരിക്കൽ പോലും അവരെ ഒന്ന് കാണാനോ സംസാരിക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. എല്ലാത്തിനും അവനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചിലതൊക്കെ എൻ്റെയും പിടിവാശിയായിരുന്നു. ഞാനൊരു സാധാരണ അപ്പനാ മോനെ, വെറുമൊരു ഓട്ടോറിക്ഷ തൊഴിലാളി. എന്നാലും എൻ്റെ കുടുംബം അതായിരുന്നു എനിക്കെല്ലാം. അവർക്ക് ഒരു കുറവും വരാതെ ഞാൻ അവരെ സംരക്ഷിച്ചു. ദീർഘകാലത്തെ പ്രാർത്ഥനകൾക്കൊടുവിൽ ഒരു മകനുണ്ടായപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു പോയി. ഒരുപക്ഷെ ഞങ്ങളുടെ ആ സന്തോഷം ദൈവത്തിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും അതെൻ്റെ മകൻ അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. രാത്രിയും പകലും ജോലിക്ക് പോയി ഞാൻ അവനെ പഠിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. പക്ഷേ അവന് പഠിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എത്ര ഉപദേശിച്ചിട്ടും നന്നാവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവനെ അവൻ്റെ വഴിക്ക് വിട്ടു. ഒടുവിൽ ഞങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് ആരും അറിയാതെ ഒരു ദിവസം അവൻ വിവാഹവും കഴിച്ചു. ഒന്നും ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നാട്ടുകാർ പറഞ്ഞാണ് ചിലതൊക്കെ അറിഞ്ഞത്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്നത് പോലെ പിന്നെ എനിക്ക് അവനെ കാണാൻ തോന്നിയില്ല. എന്ത് ചെയ്യാനാ, ഇവനും വാശിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും അവൻ എൻ്റെ അടുത്തേക്ക് വരികയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞുണ്ടായതറിഞ്ഞപ്പോൾ ഇവൻ്റെ അമ്മ കുറേയേറെ തവണ അവനെ കാണാൻ പോയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അവൻ്റെ ഭാര്യയെയോ കുഞ്ഞിനെയോ കാണിക്കാൻ അവനും തയ്യാറായിരുന്നില്ല. ഒടുവിൽ മകനെ ഓർത്ത് നെഞ്ചു പൊട്ടിയാണ് അവൻ്റെ അമ്മ മരിച്ചത്.
ആകെ ഉണ്ടായിരുന്നവളും പോയപ്പോൾ ഞാൻ ഇവനെ വല്ലാതെ വെറുത്തുപോയി. അയാൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. അങ്കിൾ, ഞാൻ വണ്ടിയിലുണ്ടാകും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അത് പറഞ്ഞുകൊണ്ട് ഹരി വണ്ടിയിലേക്ക് നടന്നു. സീറ്റിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ചു. ഇതുവരെ താൻ കേട്ട കാര്യങ്ങളെല്ലാം ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എവിടെയോ ചതിവുകൾ പറ്റിയിട്ടുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പയ്യൻ എങ്ങനെ ഇതുപോലൊരു ആശുപത്രിയുടെ HR ഡിവിഷന്റെ തലപ്പത്ത്? എന്തായാലും ആരും അറിയാതെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ആര്? എത്രയും പെട്ടെന്ന് മെർലിനെ കാണണം. ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം. അവൻ ഫോണിൽ മെർലിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹരി, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാനിപ്പോൾ അത്യാവശ്യമായി വീട്ടിലേക്ക് പോകുകയാണ്. മുരുകണ്ണൻ്റെ ഓട്ടോയിൽ. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ അവളിൽ നിന്നും മറുപടി പറഞ്ഞു. അല്ല, എന്തിനായിരിക്കും അവൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നത്? സായിയുടെ വീട്ടിൽ നിന്നും ഇത്ര അത്യാവശ്യമായി വീട്ടിലേക്ക് പോകണമെങ്കിൽ എന്തോ വലിയ സംഭവങ്ങൾ നടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയുകയാണല്ലോ. എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അങ്കിളിനെയെങ്കിലും അറിയിക്കണം. ഹരി പെട്ടെന്ന് ഫെർണാണ്ടസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അങ്കിൾ, എനിക്ക് അത്യാവശ്യമായി അങ്കിളിനെ ഒന്ന് കാണണം. ഹരി, ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. മെർലിന് എന്നോട് എന്തോ അത്യാവശ്യമായി പറയാനുണ്ട്. പിന്നെ വിളിച്ചാൽ മതിയോ? തൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആ കോൾ ഡിസ്കണക്റ്റ് ആവുന്നത് നോക്കി ഹരി തരിച്ചിരുന്നു. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുതേ. അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.